അപ്പം എന്ത് മരുന്ന് കഴിക്കാം, കഴിച്ചുകൂടാ? അതിന് FDA ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ഡ്രഗ്സ്. ക്ലാസ് ABCDX. ക്ലാസ് A വളരെ എളുപ്പമാണ്, ധൈര്യമായിട്ട് കഴിക്കാം, ഫോളിക് ആസിഡ് ആണ് ഉദാഹരണം. ക്ലാസ് BCD ഡ്രഗ്സ് കഴിക്കുമ്പോൾ ഗുണവും ദോഷവും തൂക്കി നോക്കണം, ഗുണത്തിന്റെ തട്ട് താന്നു നിൽക്കണം. ക്ലാസ് B ഡ്രഗ്സിന് ഉദാഹരണമാണ് നിങ്ങൾ വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന പാരാസിറ്റമോൾ, ഡോളോ എന്ന് അറിയാം, എമോക്സിലിൻ, ഇതൊക്കെ ധൈര്യമായിട്ട് ഉപയോഗിക്കാം. ക്ലാസ് X ഡ്രഗ് ഉപയോഗിച്ചുകൂടാ. ഉദാഹരണത്തിന് ACE ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയും, പ്രഷറിന് ഉപയോഗിക്കുന്ന മരുന്ന്, അത് ഒഴിവാക്കിയേ പറ്റൂ. ഇനി സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു പരാതിയാണ്, ഡോക്ടറെ ഗർഭിണിയാണെന്നറിയാതെ UTIക്ക് ആന്റിബയോട്ടിക് കഴിച്ചു, കുഞ്ഞിന് വല്ലതും പറ്റുമോ? ഈ സാഹചര്യം ഒഴിവാക്കാൻ പറ്റും. ഗർഭിണിയാകാൻ സാധ്യതയുള്ള സമയവും സാഹചര്യവും ആണെങ്കിൽ പ്രഗ്നൻസി ടെസ്റ്റ് നോക്കിയിട്ട് ഏത് മരുന്നും ആ സ്ത്രീ കഴിക്കാവൂ. ഇനി ചിലരിൽ, പ്രത്യേകിച്ചും പീരീഡ്സ് ഇറഗുലർ ആയിട്ടുള്ളവരിൽ പ്രഗ്നൻസി അറിയുന്നത് വളരെ ലേറ്റ് ആയിട്ടായിരിക്കും. അപ്പോഴോ ഏത് സ്ത്രീയും റീപ്രഡക്റ്റീവ് ഏജിലാണെങ്കിൽ, ഗർഭിണിയാകുന്നതിന് മുൻപ് തന്നെ മരുന്ന് കഴിക്കുന്നവരാണെങ്കിൽ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് ഈ മരുന്ന് ഗർഭകാലത്ത് പ്രഗ്നൻസിയിൽ ഉപയോഗിക്കാവുന്നതാണോ എന്ന് ഉറപ്പുവരുത്തിയിട്ട് മാത്രം കഴിക്കുക. ഇനി ഫോളിക് ആസിഡ് കഴിക്കണമെന്ന് വീണ്ടും വീണ്ടും പറഞ്ഞ് ബോറടിപ്പിക്കും.